അതിന്റെ ഇസ്ലാമിക് വെർഷനാണ്. ഖറാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ ഇസ്ലാമിക് ചെക്കിനുള്ള എല്ലാവരും പക്ഷിയെ കാണാനുണ്ട്. അതിനപ്പുറത്ത് കാണുന്ന പെണ്ണുമ്പുള്ള പിടിച്ചോണ്ടിരിക്കുന്നത് ഇതവിടെ അതിനെന്താ പറയും, തമിഴ്നാട്ടിൽ പാവൈ വിളക്ക് എന്ന് പറയും, പാവൈ വിളക്ക്. പക്ഷെ നമ്മളവിടെ പുതിയ ജനറലായിട്ട് അതിന് പറയുന്നത് ദീപലക്ഷ്മി എന്നാണ്. തെറ്റായ പേരാണ്. കാരണം ലക്ഷ്മി ഒരിക്കലും നമ്മൾ വിളക്കായിട്ട് സ്വീകരിക്കില്ല, നമ്മൾ അപ്പൊ അത് ദീപലക്ഷ്മി എന്ന് പറയുന്നത് തെറ്റാണ്. അതിന്റെ ശരിയായ പേര് 15-ാം നൂറ്റാണ്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ദീപതരണി എന്നാണ്. ദീപതരണി എന്നാണ് അതിന് പറയുക. ആ ദീപലക്ഷ്മി ഉണ്ട്. ദീപലക്ഷ്മി 4 താരമുണ്ട്. അത് സാധാരണ ദീപലക്ഷ്മി. പിന്നെ ഒന്ന് പറയുകയാണെങ്കിൽ ഗോദ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി ഉണ്ട്. അവര് വിഷ്ണുവിന്റെ ഏറ്റവും വലിയ ഭക്തമാണ്. അത് ജീവകാലം മുഴുവൻ വിഷ്ണുവിന് മാല കെട്ടിയാണ് വരുന്നത്. അപ്പൊ അവര് മരിച്ചപ്പം തവണന്മാർ തന്നെ അവളെ ദേവിയാക്കി ആണ്ടാള് അല്ലെങ്കിൽ കോതൈ എന്ന് പറയും. ഒരു കമ്പലൊക്കെ ഉണ്ട്. പക്ഷെ വിജയനഗര സാമ്രാജ്യം എന്ത് പറയുകയാണെങ്കിൽ ഇവർക്ക് ഒരു പ്രത്യേക അധികാരമുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൽ എത്ര വലിയ ഭക്തനായിക്കോട്ടെ ഗോതയെ താണ്ടാൻ നമ്മൾ നോക്കാറില്ല. അതുകൊണ്ട് ഈ ഗോതയുടെ രോഗം ഇതിന്റെ വിഗ്രഹത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ വയ്ക്കും, അല്ല വാതിൽ പടിയിൽ തന്നെ വയ്ക്കും. അതുകൊണ്ട് കടക്കണമെങ്കിൽ ഗോതയുടെ പെർമിഷൻ പോകണം. അങ്ങനെ പക്ഷെ ഗോതയുടെ ആളെന്ന് തോളിലൊരു തത്ത, ഗോത എപ്പോഴും തത്ത ഉണ്ടാക്കുന്നത് അല്ല. അതാണ് ഇപ്പൊ ഈ മധുര മീനാക്ഷി എന്ന് പറയുമ്പോ മധുര മീനാക്ഷിയുടെ ഉണ്ട്, പിന്നെ തത്തയെ ചുമല് വെച്ചിട്ടൊരു അതാണോ? ഇത് ഗോതയാണ്. ഗോത വിഷ്ണു ക്ഷേത്രത്തിലെ കാണുന്നത്. അതിനൊരു അപകടം പറ്റിയ കഥ പറഞ്ഞുതരാം. ഇതിന്റെ 3-ാമത്തെ രംഗമുണ്ട്, പ്രതിബിംബ ദീപം. അപ്പം നമ്മൾ പഴയ ആളുകൾ കൊണ്ട് കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞ് സ്വന്തം രൂപത്തിൽ വിളക്ക് കൊടുക്കാൻ അധികാരമുണ്ട്. അതിന് പേര് ഛായാദീപം. ഇവിടെ ഛായാദീപം കാണാം, മീശക്കാരനെ കാണാം. ഏതാ ഛായാദീപം? അല്ല, ഇതിങ്ങനെ ഇപ്പൊ ഉണ്ട്, പക്ഷെ ഇതിപ്പോ ഇങ്ങനെ വിളക്കായിട്ട് കൊടുക്കില്ല. അതിപ്പോ പക്ഷെ എന്തെങ്കിലും അസുഖം വരുവാണെങ്കിലൊക്കെ നേരുന്നല്ലേ. അപ്പൊ ഇപ്പൊ ഗോത നിയമമാണ്. ഇപ്പോഴും തിരുപ്പതിയിലും പല ഭാഗത്തും ഇപ്പോഴും ഗോത തന്നെ മുന്നില്. പണ്ട് ഇവിടെ തിരുവനന്തപുരം പഴയകാലത്ത് എല്ലാത്തിനും ഗോത ഉണ്ടായിരുന്നു. ഇതില് ഏറ്റവും വലിയ അപകടം പറ്റിയെന്ന് പറഞ്ഞാല് കുംഭകോണത്താണ്. കുംഭകോണത്ത് അവിടെ വലിയ കാസിന്റെ കുടുംബം ഉണ്ടായിരുന്നു. കുടുംബത്തില് ഈ രാജാവ് 2 കൊല്ലം മുന്നേ അവിടെ പോകുമ്പോൾ അവിടെ കിടക്കുന്നത്. പെണ്ണ് ഈ വിളക്ക് തെളിയിച്ച ആനയുടെ ബലം ഉണ്ടാകുന്നതാണ് അവരുടെ വിശ്വാസം. ഓട്ടോമനാണ്, ടർക്കിഷ് വിളക്കാണ്. ഇത് ഒരു മുഗൾ ഡിസൈൻ വരും. അപ്പുറത്തുള്ളതാണ് അംഫ്രി സെഫ്റ്റിയില്ല. ഇത് നിങ്ങൾ ടീച്ചർമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കുറച്ച് ടീച്ചർമാർ എന്നോട് ഒരു പണി വരുന്നത് 8-ാം ക്ലാസ്സൊക്കെ പഠിക്കുന്നതിനകത്ത് ഇത് പുസ്തകത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അന്ന് പറഞ്ഞു ഇത് ഖനികളിൽ ഉപയോഗിക്കുന്ന വിളക്കാന്ന് മാത്രം പറഞ്ഞു, ബാക്കി പറഞ്ഞു തന്നില്ല. പക്ഷെ ഖനികൾ എന്ന് പറഞ്ഞാൽ കൽക്കരി ഖനികൾ ഇൻഡസ്ട്രിയലൈസേഷന്റെ ബാക്ക് ബോൺ ആയിരുന്നു ഒരു കാലത്ത്. കൽക്കരി ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഇരുമ്പ് ഉരുക്കാം. അപ്പൊ പക്ഷെ കൽക്കരി ഖനികളിൽ മരണം ഉണ്ടാവും. കാരണം ഒന്ന് ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മീഥേൻ ഗ്യാസ്, രണ്ടാമത് കാർബൺ ഡയോക്സൈഡ് മോണോക്സൈഡ്, 2 കില്ലിംഗ് ഗ്യാസസ് ആണ്. അങ്ങനെ ആ ലീക്കാവില്ല, ആ എണ്ണ ചുരുല്ല. ഈ ഗ്യാസ് പെട്ടെന്നൊന്നും പൊട്ടില്ല. പിന്നെ ഇതിന് മുകളിലുള്ള ഗ്ലാസ് ഈ നെറ്റിന്റെ ഉള്ളിൽ കൂടെ നാളെ പുറത്തേക്ക് കിടക്കില്ല. അപ്പൊ അങ്ങനെ പല ഗുണങ്ങളും ഒരു വിളക്കാണ്. പക്ഷെ ഇത് മാത്രം പോലല്ലോ, അപ്പൊ അതിനകത്ത് ടെക്നോളജി വെച്ച് ഉണ്ടാക്കിക്കുന്നത്. അപ്പം ഈ ഖനിയിലേക്ക് ഇറങ്ങണായിട്ട് അതിനൊരു 6 ഇഞ്ച് തിരി വെക്കും, നാളം തിരി തെളിച്ചത്. അതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മീഥേൻ ഗ്യാസ് ഉണ്ടെങ്കിൽ ഈ തിരിനാളം വരും, അത് പോലും പൊട്ടി തീർക്കില്ല. പക്ഷെ അവർക്ക് അപകടം നടത്തി ഓടി അതിലേക്ക് സേഫ്റ്റിയിലാണ്. അമ്പതിനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പണ്ട് ചൂട്ട് പിടിച്ചുകൊണ്ടാണ് സമ്മർദ്ദത്തിന് പോകുന്നത്. അപ്പൊ പെരുമാറ്റം എണ്ണ വെച്ചിട്ട് ഇവിടെ തിരിയിട്ടു. അപ്പൊ ഇത് കൈ പിടിച്ചോണ്ട് പോകുന്നതായിട്ട് മറ്റേ വഴി കാണാം. ആരെ നമ്പൂരി ആരാന്ന് അറിയില്ല. ഭാഷാണെങ്കിൽ വീട്ടിലേക്കാരെ പോകുന്നുണ്ട് എന്ന് പറയാം അയൽവാസികൾ. ഏത് നമ്പൂരിയെന്ന് അറിയില്ല. പിന്നെ ആ കാലഘട്ടത്തിലൊക്കെ കഴിഞ്ഞാല് ആര് വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്പൂരി ആ പെണ്ണിന്റെ മുറിയിൽ പുറത്ത് തൂക്കി കഴിഞ്ഞാല് ഭർത്താവ് ഔട്ട്, നമ്പൂരി ഇൻ. അങ്ങനെയുണ്ട് ചരിത്രം. അതായിരുന്നു പല ആണല്ലേ. ഹിസ്റ്ററി അങ്ങോട്ട് പോയാൽ എന്തൊക്കെയാണ്. ഇത് തൊട്ടിൽ വിളക്കുകളാണ്. ഓക്കെ, തൊട്ടിൽ വിളക്ക് നല്ല ഭംഗിയുണ്ട്. തൊട്ടിൽ വിളക്ക് തന്നെ ഈ ഭംഗിയാണ് ഒരു കാരണം. ഇതിനകത്ത് തന്നെ തൊട്ടിലിന്റെ മുകളിൽ രാത്രിമായ ഒരു വിളക്ക് കത്തണ്ട. അപ്പൊ ആ വിളക്ക് കത്തണമെങ്കിൽ ഇതിൽ ഈ ടാങ്കിലാണ് എണ്ണ. ഇതിനകത്ത് സാധാരണ എണ്ണ ഊർന്നു വരുള്ളൂ തിരി കത്തിനനുസരിച്ച്. ഒരിക്കലും കുട്ടിയുടെ ഭാഗത്തേക്ക് എണ്ണ തീയ ഇതൊക്കെ അടുത്ത കാലത്ത് വന്നത്. പണ്ട് കിളികളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്.
അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പകല് കുട്ടിയെ നോക്കി കളിച്ചോളും. ഇതുപോലെ പ്ലാസ്റ്റിക്കിന് സാധനമൊന്നുമില്ല. അങ്ങനെ മൾട്ടിപർപ്പസ്. ഇവിടെ ഇത് ഇസ്ലാമിൻ്റെതും അപ്പുറത്ത് ഹിന്ദുവിൻ്റെയാണ്. അവിടെ ശങ്കർ നോക്കിയാണ് അപ്പുറത്ത് മറ്റേ പക്ഷിയെ കാണാം. ഒരേ വിളക്ക് തന്നെയാണ്. ഇസ്ലാം ഹിന്ദു. ഇവിടെ കണ്ടത് മെഴുകുതിരി കാലാണ്. അതിനകത്ത് പണ്ട് പേർഷ്യക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് പക്ഷികളെ കാണാം, താഴത്ത് സിംഹത്തിനെ കാണാം. അത് പേർഷ്യക്കാർ വളരെ ഇതിന് ഭയങ്കര കലാകാരന്മാരായിരുന്നു. അപ്പൊ അങ്ങനെ അവര് വെൽസിക്കൊണ്ട് വന്നപ്പോഴാണ് ഇസ്ലാം ഭരണം വരുന്നത്. അപ്പൊ ഖലീഫേറ്റ് റൂളാക്കി രൂപങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. രൂപങ്ങൾ മനുഷ്യരൂപമാണ് ആര് പ്രവർത്തിക്കരുത് തന്നെ ഉണ്ടാക്കിയത്. പക്ഷെ ആദ്യം ഏത് ഭാഷയും വളരെ രസകരമായിട്ട് എഴുതുന്നതാണ് കാലിഗ്രാഫി എന്നുള്ളത്. ഇസ്ലാമിക് കാലിഗ്രാഫി അവര് ഒരു സൂഫിയുടെ കവിത എഴുതിയിരിക്കുന്നത്. അത് എഴുതിയില്ലെങ്കിൽ 8 കാണാം. ഇവിടെ 6 കാണാം. ജൂതന്മാരുടെ അല്ലേ? ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്നത് ആദ്യം എനിക്ക് എവിടെയൊക്കെയോ കണ്ടല്ലോ. അതിപ്പോ ഈ വർഷത്തെ ജൂതന്മാരുടെ മാത്രമാണ് ആ സ്റ്റാർ. പിന്നെ ഞാൻ പറഞ്ഞ ഈ യാത്ര വഴിയിലാണ് ഒരു കാർപ്പറ്റ് ഒന്നും ഇല്ലല്ലോ, കയറി വീണാലും കുഴപ്പമില്ല. ഇതൊരു അലങ്കാരികമായ മോഡൽ ഇരിക്കുന്നു. 10 മണികളൊക്കെയുള്ള മോഡൽ പിക്ചറിയാണ്. അത് പിന്നെ എന്താ പറയാ ഇതും തിരി നീട്ടുന്നതൊക്കെ അത് മണ്ണെണ്ണ ഇത് അൾട്ടാറിലാണ്. ഇത് അതിന്റെ ഒരു വേർഷൻ വലിയൊരു പാത്രം. ആ പാത്രത്തിൽ മയിലുണ്ട, താഴത്തിലുണ്ട മയിലും പാമ്പുമാണ്. പ്രകൃതി ആർട്ടൊക്കെ അല്ലേ? അതൊന്നും കാണാനില്ലല്ലോ. പ്രിയരെ, എന്ത് പറയണമെന്നറിയില്ല. ഒരു വിളക്കുകളുടെ അത്ഭുത ലോകത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും. ഇത് നമ്മുടെ പ്രസാദ് സാറ് ഞങ്ങൾക്കെല്ലാം വിവരിച്ചു തന്നു. ചരിത്ര സ്മരണകളിലൂടെ ഞങ്ങൾ കുറേ സമയം കടന്നുപോയി. അപ്പോൾ നിങ്ങളും ഈ വീഡിയോ കാണണം, ആരും കാണാതെ പോകരുത്. നിങ്ങൾക്ക് പറ്റിയാൽ ഇവിടെ സന്ദർശിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. എല്ലാവരും ഇതെല്ലാം കാണണം. ഞങ്ങൾക്ക് പോകാൻ സമയമായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. വീണ്ടും ഇതുപോലെയുള്ള അത്ഭുത കാഴ്ചകളും മനോഹര കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ വിടാം. വിളക്കുകളുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ തുടർച്ച കാണാം. എല്ലാവരും കാണും. ഓക്കെ, ബൈ.